ഇപ്പം മര്യാദയ്ക്ക് കാണാൻ പറ്റുന്ന വിശ്വാസം വെള്ളം മുട്ടി. അപ്പോൾ ഇന്ന് പറയാൻ വിചാരിച്ച കാര്യം ഒരു 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 വർഷം ഒരു 8 മാസം മുന്നേ, 9 മാസം മുന്നേ ഇല്ല, ഒരു 10 മാസം മുന്നേ ഉണ്ട് ഒരു അനുഭവം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ കൂടി ഒരു അടിയന്തര സാഹചര്യം വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂർ വർക്കിന് പോയി. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത് കുറച്ച് കാലം നിൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പോയി. അവിടെ ഒരു ദിവസം ഒരു 3-4 റെസ്റ്റോറൻറ്റ് കയറി അവിടെ ഇൻ്റർവ്യൂവിന് പോയി. സാധനം ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ആയത്. ഞാൻ അവിടെ പണിക്ക് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ താഴെ പോയി. എൻ്റെ ഡിസ്പ്ലേ അങ്ങ് പോയി. എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല ഡിസ്പ്ലേ മാറ്റാൻ പറ്റും. വേറെ ഒരു വഴിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഏതായാലും ഞാനൊരു മന്ത് എൻഡിലാവും. അതായത് ഒരു 1 വീക്ക് ഇങ്ങനെ ഞാൻ ഒരു മന്ത് എൻഡ് വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സാലറി നെക്സ്റ്റ് മന്ത് കിട്ടും. എന്തായാലും ഒരു ഡിസ്പ്ലേ ശരിയാക്കേണ്ട ഫണ്ടും എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണ്ടാവും. സോ അത് ഞാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ വർക്ക് ചെയ്ത് ഫോണില്ലാതെ നേരെ വർക്കിന് പോകും. രാവിലെ 1 മണിക്കാണ് ഡ്യൂട്ടി. അപ്പം ഞാൻ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ എണീക്കും. എന്നിട്ട് ഹോട്ട് വാട്ടർ ഉണ്ട് ഇവിടെ, എന്നിട്ട് കുളിക്കും. ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ടെറസിൽ പോയിരിക്കും. അങ്ങോട്ട് ഇരുന്നു. വേറെ വഴിയൊന്നുമില്ലല്ലോ. നല്ല ഒരു ചൂടുണ്ടല്ലോ. അപ്പോൾ നട്ടുവച്ചാലും ഒരു നല്ല തണുത്ത കാറ്റടിക്കും. ബാംഗ്ലൂർ ബാംഗ്ലൂർ നിൽക്കുന്നവർക്ക് അറിയാം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരുമാതിരി ഒരു ഡാർക്ക് ടൈപ്പാണ് അധികം ഉണ്ടാവും. ഇപ്പം 2 വർഷമായിട്ട് നല്ല ചൂടാണെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ ആ സമയത്ത് ഞാൻ വന്ന സമയം പൊളിയായിരുന്നു. എന്നിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടൊരു 1 മണിയാകുമ്പോൾ ഡ്യൂട്ടി കയറും. അവിടെ മെയിനായിട്ട് റെസ്റ്റോറൻറ്റിലുള്ള മീൽസാണ്. അവിടെ വരുന്നവർക്ക് മീൽസ് എടുക്കും. പിന്നെ ചപ്പാത്തി തൊട്ട് അങ്ങനത്തെ ആളുകളൊക്കെ അങ്ങനെ ഇരിക്കും. നമ്മൾ വന്നപ്പോൾ തന്നെ സ്റ്റാഫിന് ഈ കഴിക്കാനുള്ള മീൽസാണ്. ഇത് കഴിക്കും. എന്നിട്ട് അവിടെ ഇരിക്കും. തിരക്കില്ലാത്ത റെസ്റ്റോറൻറ്റാണ്. തിരക്ക് തന്നെ സാധനമില്ല. ഒന്നാമത് മജസ്റ്റിക്കിലായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ടീം മൊത്തം ബിസിനസ് ഡീലിങ്സ് പറയുന്നത്, അത് പറയുന്നത്, ഇത് പറയും. വരുന്ന ടീം ചായ കുടിക്കും. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ ഇരുന്ന് കഥ പറയുമ്പോൾ ഇങ്ങനത്തെ ടീമാണ് വരാറ്. ഞാൻ എന്നെ വർക്ക് ദിവസം മെയിനായിട്ട് ഇത് പോവുക, അവരൊന്ന് ഓർഡർ എടുക്കുക, കൊടുക്കുക. ഒരു ദിവസം ഇത്ര ഗസ്റ്റ് വരാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. 10-11 ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്താൽ ഞാനിവിടെ വെറുതെ ഇരിക്കില്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് എത്ര സമയം പോവുക പറയാം. ഫോണാണെങ്കിൽ ചുമ്മാ ഒന്ന് റീൽസ് കാണാം. അത് വരിയില്ല. ഇങ്ങനെ ഇരുന്നിട്ട് സമയം കാണുക. എന്തൊക്കെ ആലോചിച്ച് എവിടേക്ക് എത്തി. എന്നിട്ട് അത് ഒരു 11 ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അവിടെ 12 ദിവസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ അവിടെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ഒരു വഴക്കുണ്ടായി. മാനേജർ ക്യാപ്റ്റനായിട്ട് ഒരു അല്ലാതെ ടൈമിങ് തെറ്റി വന്നതാണ്. അങ്ങനെ എന്തോ പേരിൽ വഴക്കായി. പിന്നെ അവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വന്നു. എനിക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ ഇവർ സാലറി ഇടണം. ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇവർ സാലറി തരില്ല ഫസ്റ്റ്. പിന്നെ ഇവർ സാലറി കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ മൂഡ് കണ്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണില്ല. ഫസ്റ്റ് ഫോണിൽ ഡിസ്പ്ലേ ശരിയാക്കിയാൽ പൈസ ഇതിൽ വീഴത്തുള്ളൂ. എനിക്കാകെ ബൈഹാർട്ടായിട്ടുള്ള നമ്പർ എൻ്റെ അമ്മയുടെ നമ്പർ മാത്രം, വേറെ ആരെയും ബൈഹാർട്ടല്ല. അത് ഞാൻ നേരെ ഒരു മൊബൈൽ ഷോപ്പ് പോയി. അവിടെ നിന്ന് പറഞ്ഞു, ഭയ്യ കോൾ കറണെങ്കിൽ ഫോൺ തരിക. ഞാൻ വിളിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒരു 1500 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഡിസ്പ്ലേ ശരിയാക്കാതില്ല പ്ലാൻ. അങ്ങനെ ഓൾറെഡി ഞാൻ അവന്മാരുടെ സ്റ്റാഫിനെ ഫോണില്ലെങ്കിൽ ഞാനൊരു 3 ദിവസം കൊടുക്കും. ഞാൻ വിളിച്ചിട്ട് അമ്മയോട് പറയും, ഓക്കെ കട്ടാക്കാം. നമുക്കറിയാം ഡിസ്പ്ലേ പോയ കാര്യങ്ങളൊക്കെ അമ്മക്കറിയാം. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് ശരിയാക്കി എന്നിട്ട് വാ നിൻ്റെ രീതിക്ക് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഫണ്ട് ഞാൻ ഇട്ടുതരാം, ഞാൻ ആരെങ്കിലും വഴി ഇട്ടുതരാം. നമുക്ക് ജി പേ കാര്യങ്ങളൊന്നും ഇപ്പം ക്യാൻറ്റീൻ്റെ GPayയിലോട്ട് ഇട്ടുതരാം. അങ്ങനെ മറ്റും ഓക്കെ സെറ്റ് ആയിട്ട് ഞാൻ ഈ കിടക്കാണ് പറഞ്ഞ് പൈസ ഫോണിലാണ്. ഫോൺ ശരിയാക്കി പൈസ ഇട്ടുതരാം. എന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ ഫോൺ ശരിയാക്കുക. അങ്ങനത്തെ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ ഈ ഡിസ്പ്ലേ ശരിയാക്കാൻ പോവുക. ഈ ഫോൺ എടുത്തിട്ട് ഡിസ്പ്ലേ ശരിയാക്കാൻ പോവുക. പിന്നെയും ഒരു വിളി, പിന്നെയും നോക്കി ബ്രോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഐഫോൺ ബ്രോയുടെ കയ്യിൽ ഐഫോണിൻ്റെ ചാർജർ ഉണ്ടോ? അന്നില്ല. ഇവിടെ അടുത്തിരുന്നെങ്കിലും മൊബൈൽ ഷോപ്പ് ഇവിടെ അടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡിസ്പ്ലേ ശരിയാക്കുന്നു. ഓക്കെ ഞാൻ എന്നിട്ട് ഒരു കൂട്ടുകാരൻ ജസ്റ്റ് എന്നെക്കാട്ടും ഒരു 2-3 വയസ്സ് അധികമുണ്ട്. പക്ഷെ എന്നാലും ബ്രോ എന്ന കമ്പനിയിൽ വന്നത് ഞാൻ ചോദിച്ചാൽ എന്നെ കണ്ടപ്പോഴെങ്ങനെയാണ് മലയാളി മനസ്സിലായി. പുള്ളി പറയും, ഇവിടുത്തെ ആൾക്കാർ പിന്നെ നമ്മളെ മലയാളികളും ഡ്രസ്സ് സ്റ്റൈൽ വെച്ചിട്ട്
ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ ശരിയാണ്, ഞാനൊരു നമ്മളൊരു അറിയാമല്ലോ ഇപ്പോഴത്തെ ആൾക്കാർ ഡ്രസ്സ് ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കമ്പനിയായി. എൻ്റെ കഴിഞ്ഞിട്ട് മൊബൈൽ ഷോപ്പിൽ പുള്ളിക്കാരൻ്റെ ഫോൺ ചാർജ് ചെയ്ത് വെച്ച് എൻ്റെ ഡിസ്പ്ലേ ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ നിന്നിട്ട് ഒരു ചായയും കുടിച്ചുകൊണ്ട് സംസാരിക്കുക. പുള്ളിയുടെ ഫാമിലി എങ്ങനെയാണ്, മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു. ഉപ്പ മരിച്ചതാണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഉമ്മ കുറച്ച് കാലം ഫാമിലി വയ്ക്കാതിന് ശേഷം ബ്രദർ മുന്നിട്ടിറങ്ങി ഫാമിലി നോക്കി. അങ്ങനെ ഒരു സർവൈവ്, ജസ്റ്റ് ഒരു ഫാമിലി പെട്ടെന്നൊരു ദിവസം തകർന്ന് അത് ഉപ്പ വെച്ചിട്ട് തകർന്നിട്ട് പിന്നെ ആ ഫാമിലി ബിൽഡ് ചെയ്തെടുത്ത കഥയും കാര്യങ്ങളും പിന്നെ ഏട്ടനെ കുറിച്ച് കുറേ നല്ല കാര്യങ്ങളും കുറേ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെച്ചു. ചായ കുടിക്കുന്ന സമയം കൊണ്ട് ചങ്ങ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരു എന്താ പറയുക, ഡബിൾ മനുഷ്യർ, പക്ക നീറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള മനുഷ്യന്മാരിൽ ഒരാളാണ് ഈ ചങ്ങായി. ഈ ചങ്ങായി കുറേ കാര്യങ്ങൾ പറഞ്ഞു നൽകി. ഒന്നാമത് എനിക്ക് അറിയാത്ത ഞാൻ എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് അങ്ങനെയാണ്, നീ ഇപ്പം ചിന്തിക്കുന്നത് നീ മാറ്റി ചിന്തിച്ചാൽ മതി. നീ ജസ്റ്റ് നീ പോകാൻ തയ്യാറാണ്, പക്ഷെ നിനക്ക് പിന്നെ ഒരു പുഷ് കിട്ടിയാൽ മാത്രം മതി. എക്സാക്റ്റ് ചങ്ങായി പറഞ്ഞ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പറഞ്ഞത് ശരിയാ. പുള്ളി എന്താ പറയുക, മോട്ടിവേറ്ററും കൂടിയാണ്. പറഞ്ഞു പുള്ളി കുറേയാണ് മോട്ടിവേറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ കാണാൻ പറഞ്ഞാൽ ശരിയാണ്. പുള്ളിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. ഹൈലി പോസിറ്റീവ് മൈൻഡാണ്. നമ്പർ 1 അത് ഹൈലി പോസിറ്റീവ് മൈൻഡാണ്. പുള്ളി എന്താ അറിയാതെ പുള്ളിക്ക്, അതായത് ഞങ്ങളിപ്പം ആ സമയം പുള്ളിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു 12 1 o'clock 2 o'clock ടൈമിങ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇപ്പം ഞങ്ങളില്ല ലൊക്കേഷൻ തന്നെയാണ്. പുള്ളിക്ക് ഇത് പെട്ടെന്നാണ് ഇത് വന്നത്, ഇൻ്റർവ്യൂ ഇത് വന്നത്. പുള്ളി യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ പബ്ബിൽ പോയിട്ട് അവിടെ നിന്ന് ചില്ലടിക്കാൻ നേരത്താണ് നാളെ ഇൻ്റർവ്യൂ ഉണ്ട് എന്നുള്ളത് മെസ്സേജ് വന്ന് പോയേ പറ്റും. പുള്ളി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ, ഒരു ടീഷർട്ട് പാൻറ്റ്, പിന്നെ ഒരു കാഷ്വൽ ടൈപ്പ് ഷൂ, ഇതാണ് ഉള്ളത്. പുള്ളിക്ക് ഇനി റൂമിൽ പോയിട്ട് മാറ്റിയിട്ട് വരുന്നതെങ്കിൽ നല്ല പൈസ ചിലവാണ്. ഞങ്ങൾ ഉള്ളത് മെജസ്റ്റിക്കും പുള്ളിയുടെ റൂം വേറെ ഇവിടെ കുറച്ച് ദൂരം പോകാനാണ്. ഇന്ന സമയത്ത് കയറും വേണം. ഞാൻ ഒരു 12 മണി ആ സമയത്താണ് പുള്ളിനെ കാണുകയും ചെയ്തത്. അപ്പോൾ പുള്ളി പറഞ്ഞ് അവിടെ പോയിട്ട് വരത്ത് നടക്കാത്ത കേസാണ്, സോ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് കയറാൻ പോകാമെന്ന് അങ്ങ് പറഞ്ഞു. പുള്ളി കോൺഫിഡൻസ് കൊടുക്കും. കിട്ടണമെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വേറെ മറ്റൊരു മൈൻഡിൽ നിന്ന്. അങ്ങനത്തെ മൈൻഡിലുള്ള ആൾക്കാർ കുറവാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോയി ഞാൻ അത് കിട്ടി അയ്യോ ഇനി അത് ശരിയെങ്കിൽ ഇത് ശരിയാവില്ലേ, അല്ലെ ഇത് അങ്ങനെയാവില്ല, ഇത് ഇങ്ങനെയാവില്ലേ, അല്ലെങ്കിൽ അയ്യോ യൂണിഫോം ഇട്ടില്ല വന്നിട്ട് അവൻ്റെ ബെസ്റ്റ് ഇമ്പ്രഷൻ ആ സാധനം പോയില്ലേ. അങ്ങനെയൊന്നുമില്ല, കിട്ടി ആ ഒരു മൈൻഡാണ്. കിട്ടണമെന്നില്ല, നിനക്ക് വരണമെന്നില്ല സാധനം എനിക്ക് വന്നിരിക്കും എന്നൊരു മൈൻഡാണ്. ഇപ്പത്ര എല്ലാവരും കഴിച്ചില്ല, കുറച്ച് റൂം വന്നില്ല. വരാനുള്ളത് 1 2 3 4 റൂം വരാൻ. പക്ഷെ 10:30 എനിക്ക് ക്ലോസ് ചെയ്യാം. 10:25 26 വിളിച്ചു നോക്കി. 2 റൂം അങ്ങനെ ഫോൺ എടുത്തില്ല, ബാക്കി 2 റൂം കോൾ എടുത്ത് ഡെയിലി ഇങ്ങനെ തന്നെ ഒരു 20 പേര് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാൽ